പടവ് ഓൺലൈനിലെ എൻ്റെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരാണ്, ഈശ്വരന്മാരാണോ ഗുരുനാഥനാണോ ഏറ്റവും വലുത് അല്ലെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ഉദാഹരണത്തിന് ഈശ്വരന്മാര് ഇപ്പം നമ്മൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, യേശു ആണെങ്കിലും, നബി ആണെങ്കിലും, കൃഷ്ണ ആണെങ്കിലും ഒക്കെ ഒന്ന് തന്നെയാണ്. ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി. ഇവിടെ നമ്മളൊക്കെ ഈ വളരെ അല്പജ്ഞാനികളായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഭാവി ജിജ്ഞാസുക്കളായ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ അതൊക്കെ തരണം ചെയ്യാനായിട്ട് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരവരുടെ ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നടത്താൻ പറയും. ഇതൊക്കെ ആര് പറഞ്ഞു തരുന്നു? ഏത് വിദ്യാഭ്യാസമാണെങ്കിലും നമുക്കൊരു ഗുരുനാഥൻ ഉണ്ടായിരിക്കും. തുടക്കത്തിൽ ആദ്യത്തെ ഗുരുനാഥന്മാരാരാണ്? നമുക്ക് അച്ഛനമ്മമാരാണ്. അപ്പോൾ നമുക്ക് അച്ഛനമ്മമാരിൽ നിന്നാണ്, അവരാണ് ആദ്യത്തെ ഗുരുനാഥന്മാർ, ടീച്ചേഴ്സ്. അവിടുന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം. എൻ്റെ അച്ഛൻ്റെ പേര് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് തന്നെയായിരുന്നു. അദ്ദേഹം എനിക്കൊരു വയസ്സുള്ള മരിച്ചതാണ്. എന്നാൽ ഇന്നത്തെ തലമുറയിൽ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന അദ്ദേഹം വലിയ ഏട്ടനാണ്. അദ്ദേഹമാണ് വാസ്തു ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. രണ്ടാമത്തെ ഏട്ടൻ പരമേശ്വരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം പബ്ലിക്കേഷനൊക്കെ, പുസ്തകങ്ങളൊക്കെ, ഞങ്ങളൊരു വിഭാഗം തന്നെയുണ്ട്, പഞ്ചാംഗം പുസ്തകശാല. അതിൻ്റെ എല്ലാ ചുമതലകളും നിർവഹിക്കുന്നു. വാസ്തുവും അറിയാം. മൂന്നാമത് ഒരേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഷോക്കടിച്ച് മരിക്കുകയുണ്ടായത്. അദ്ദേഹം ഈ ഡയറിയിൽ എഴുതി വച്ചിരുന്നു, 1980 ഒക്ടോബർ 12 വിജയദശമിയുടെ അന്ന് ഡയറിയിൽ അഗ്നിഭീതി എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം ജ്യോതിഷമൊക്കെ കുറച്ചു കാലം പഠിച്ചു. ഗുരുനാഥൻ്റെ കീഴിൽ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹം ഒരു ശ്രദ്ധ പോരായ്മയുണ്ട്. കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ പോരാ. ഈ കുലവൃത്തിക്ക് അനുസരിച്ച് ഉള്ളതിനേക്കാൾ കൂടുതൽ ഭക്തി മാർഗത്തിലേക്ക് വരിക. എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ. ഭക്തി വേണം, പൂജ വേണം, ആരാധനകൾ വേണം, നാമജപങ്ങളൊക്കെ വേണം. എന്നാലും ഉപാസനകൾ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും. പക്ഷെ അതൊരു പരിധി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നന്നല്ല. അതിസർവത്ര വർജയേൽ എന്ന് പറയും. എല്ലാം മിതത്വത്തോടു കൂടി ചെയ്താലേ ലോകത്തിൽ എന്തും നിലനിൽക്കുള്ളൂ. ഇദ്ദേഹം ഭക്തിമാർഗം കൂടുതലുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഉത്സാഹത്തിൽ തന്നെയാണ് ഞങ്ങളുടെ അമ്പലമൊക്കെ പുനരുദ്ധീകരിക്കലും ഒക്കെ ഉണ്ടായി. അങ്ങനെ അദ്ദേഹം അവിടെ പൂജയും കാര്യങ്ങളൊക്കെ വെടുപ്പായിട്ട് ചെയ്തു. ഒരു ഉപാസനകളും ഇതൊക്കെയായി. ഇതിൽ ശ്രദ്ധ കുറയുക. പക്ഷേ അദ്ദേഹത്തിന് വിജ്ഞാനം ഉണ്ടായിരുന്നു, ജ്യോതിഷം ജ്ഞാനം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലായി. ആ ദിവസം തന്നെ അഗ്നിഭീതി എന്ന് എഴുതി വച്ചിട്ടുണ്ട്. പിന്നീടാണ് നമ്മൾ മനസ്സിലാവുന്ന ഡയറി കാണുന്നത്. അദ്ദേഹം കുളിക്കാനായിട്ട് പോവുകയാണ്. ഇല്ലത്തുനിന്ന് തറവാട്ടിൽ കുളിക്കാൻ പോകുന്നതിൻ്റെ മുമ്പേ ഞങ്ങളുടെ ഒരു വല്യച്ഛനുണ്ട്, ഒരു അപ്പനുണ്ട്. വല്യച്ഛൻ അദ്ദേഹത്തിന് അമ്പലത്തിൽ, കുളത്തിൽ കുളിച്ച് അമ്പലത്തിൽ പോയി കുറേ നാമജപവും നമസ്കാരമൊക്കെ ഉണ്ട്. കണ്ണ് കാണാത്ത അപ്പനുണ്ട്. അച്ഛൻ്റെ താഴെയുള്ള ആൾക്കാരൊക്കെ അപ്പൻ എന്ന് വിളിക്കും, അച്ഛൻ്റെ മീതുള്ള ആൾക്കാരൊക്കെ വല്യച്ഛൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ കണ്ണ് കാണാത്ത അപ്പൻ എല്ലാ ആക്ടിവിറ്റികളും ചെയ്യും. അദ്ദേഹം കുളത്തിൽ പോയി കുളിച്ച് അമ്പലത്തിൽ പോയി. ഇദ്ദേഹവും ഈ വല്യച്ഛനൊക്കെ കടന്നുപോയി. പക്ഷെ അവിടെ ഒരു ഇലക്ട്രിക് ലൈൻ പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ ഷോക്കടിച്ച് ഈ ഏട്ടൻ മരിച്ചു. അപ്പോൾ എന്നാ അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നില്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം അത് ഈ ജ്യോതിഷ വിധി എന്നുള്ളതൊന്നും നമുക്ക് തടുക്കാൻ പറ്റില്ല. പക്ഷെ ആ ഏട്ടനാണ് വാസ്തവത്തിൽ എന്നെ ആദ്യം ഗുരുകുലത്തിൽ കൊണ്ടാക്കിയത്, പഠിക്കാനായിട്ട് നിർബന്ധമായിട്ട്. പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, എൻജിനീയറിങ്ങിന് ചേർന്നു. പക്ഷെ അവിടുന്ന് പിടിച്ചു കൊടുന്ന ഗുരുനാഥൻ്റെ ഉൾനാട്ടിൽ ചെത്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൃഷ്ണൻകുട്ടി ഗുപ്തൻ്റെ അവിടെ കൊണ്ടാക്കി. അവിടെയാണ് ഗുരുകുല സമ്പ്രദായത്തിൽ 6-7 കൊല്ലം പഠിച്ചു. അദ്ദേഹം ഇവിടെയും, അതായത് ഒരു സാക്ഷാൽ കാണിപ്പോയ ഒരു ശങ്കരൻ നമ്പൂതിരിപ്പാട്
എന്ന് അദ്ദേഹം, ഞങ്ങളുടെ ഒരു മുത്തപ്പൻ, അതായത് മുത്തച്ഛൻ്റെ അനുജൻ, അദ്ദേഹമാണ് വാസ്തവത്തിൽ ഈ ജ്യോതിഷമാണെങ്കിലും വാസ്തുശാസ്ത്രമാണെങ്കിലും അന്നത്തെ കാലത്തിനനുസരിച്ച് ജനങ്ങൾക്ക് ജനകീയമായിട്ട് അവതരിപ്പിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത്. തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്നും പണ്ഡിതരാജൻ പട്ടമൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അദ്ദേഹം 1891 ജനിച്ചു. 90-ാം വയസ്സിൽ 1981 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹമാണ് ഈ നവോത്ഥാനത്തിന് ഉള്ള എല്ലാ തുടക്കങ്ങളും ജനകീയമായിട്ട്, അന്നത്തെ കാലത്ത് പൊതുജനങ്ങളുടെ ഇടയിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ അതൊക്കെ വളരെ വിരളമാണ്. എന്ന് മാത്രമല്ല, വാസ്തു ആണെങ്കിൽ പ്രാദേശികമായിട്ട് ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആശാരിമാരെല്ലാം, പ്രമാണങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആശാരിമാർ ധാരാളം ഉണ്ടാവും. അന്നത്തെ കാലത്ത് ഒരു സ്ഥലത്ത് നിന്നും ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. ജ്യോതിഷത്തിനാണെങ്കിൽ പണിക്കർ സമുദായത്തിൽപ്പെട്ടവരും വളരെ നന്നായിട്ട് ഇപ്പോഴും ഉണ്ട്, നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവരുമുണ്ട്, പ്രാദേശികമായിട്ട് ജ്യോത്സ്യന്മാരും ഉണ്ടോ. അപ്പോൾ കാലത്തിൻ്റെ മാറ്റാണ് വാസ്തവത്തിൽ. ഇപ്പം ഇത് അവതരിപ്പിക്കുന്നത് പോലും കാലത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒരു ആവശ്യകതയാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന ആ മുത്തപ്പൻ നവോത്ഥാനം കുറിച്ച്, തുടക്കം കുറിച്ച് ജനകീയമാക്കിയതും, മുമ്പ് പറഞ്ഞു പഞ്ചാംഗം ഇപ്പോഴും 115ാമത്തെ ലക്കമായിട്ട് ഈ ഇല്ലത്തുനിന്നും അച്ചടിച്ച് കഴിഞ്ഞ 46 കൊല്ലമായിട്ട് ഞാൻ തന്നെയാണ് അത് ഗണിക്കുന്നതും. അപ്പോൾ അത് ഇപ്പോഴും അത് അനുസ്യൂതം തുടർന്നു വരുന്നുണ്ട്. ഒരു പഞ്ചാംഗം ഉണ്ടെങ്കിലാണ് എല്ലാവർക്കും ഗ്രഹസ്ഥിതിയൊക്കെ നോക്കി. ഇന്നിപ്പോൾ ആധുനിക സംവിധാനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ പിന്നെ ഗണിക്കാനും സെർച്ച് ചെയ്ത് ഗണിക്കാനും ഇഷ്ടംപോലെ സോഫ്റ്റ്വെയറും ഒക്കെ സൗകര്യങ്ങളുണ്ട്. എന്നിരുന്നാലും അതിൽ നിന്നൊരു ഫലപ്രവചന രീതി വന്നു ചേരണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രമാണത്തിൽ നിന്നും, നമ്മുടെ മനസ്സിൽ നിന്നും, അനുഭവജ്ഞാനത്തിൽ നിന്നും, ഗുരുപദേശത്തിൽ നിന്നും, ഗുരുകാരണന്മാരുടെ അനുഗ്രഹത്തിൽ നിന്നും മാത്രം ഉണ്ടായാൽ മാത്രമേ അതൊരു ഫലപ്രവചന രീതി ലക്ഷ്യത്തിലെത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇല്ലത്തുള്ള എല്ലാവരും തന്നെ ഈ സംസ്കൃതം പഠിക്കുക. പണ്ടൊക്കെ നമ്പൂതിരിമാരൊക്കെ, കാരണം പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകാനില്ല, ജോലിയുടെ സാഹചര്യങ്ങളല്ല. ഒരു 100 കൊല്ലമൊക്കെ അല്ലേ ആയിട്ടുണ്ടാവുള്ളൂ ജോലി എന്നുള്ള സംവിധാനം. അപ്പോൾ എല്ലാവരും സംസ്കൃതം പഠിക്കും. സംസ്കൃതം പഠിച്ചാൽ പിന്നെ എല്ലാത്തിനും എളുപ്പമാണ്. അത് ഏതൊരു വിഷയങ്ങളാണെങ്കിൽ ഭാരതീയ ശാസ്ത്രശാഖകളെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ എല്ലാത്തിനും വാസ്തവത്തിൽ എളുപ്പമാണ്. അന്ന് തന്നെ ഈ എല്ലാവരും ഇത് പഠിക്കണു, ഈ ജ്യോതിഷവും ഇതൊക്കെ. ഞങ്ങളുടെ അച്ഛനും ഒക്കെ വശമുണ്ടായിരുന്നു. വേറൊരു മുത്തപ്പൻ, ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഒരു സഹോദരൻ, അദ്ദേഹം അതെ ഈ വിഷവൈദ്യമൊക്കെ പഠിച്ചിരുന്നു. അങ്ങനെയാണ് ഓരോരുത്തർക്കും സംസ്കൃതം പഠിച്ചാലും ഓരോരുത്തരുടെ ബുദ്ധി തലങ്ങളിൽ, ബുദ്ധിക്ക് കുറെ പര്യായങ്ങളുണ്ട്. പ്രജ്ഞ, മേധ, പ്രതിഭ, വിവേകശക്തി, ഓരോരുത്തർക്കും ഓരോരോ ഫീൽഡിലായിരിക്കും താല്പര്യം ഉണ്ടാവുക. ഒരു IT ഫീൽഡിൽ പഠിച്ചാൽ ചില ആൾക്കാർക്ക് വ്യത്യസ്തമായിട്ടുള്ള മേഖലയുടെ ഒരു ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് സംസ്കൃതം ഏറ്റവും ബേസായിട്ട് പഠിച്ചാൽ പോലും ഒരു മുത്തപ്പൻ ഇതേപോലെ വിഷവൈദ്യം പഠിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ പട്ടി കടിക്കുകയും പിന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനോട് എന്നെ മുറിയിൽ അടച്ചിട്ടോളൂ. അപ്പം ഗുരുനാഥന് ശങ്കയുണ്ടായിരുന്നു ഒന്നുമില്ല ചികിത്സയ്ക്ക്. പക്ഷെ ഇദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നു, അദ്ദേഹം മരിക്കുണ്ടായി. അതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ചെയ്യാൻ സാധിക്കില്ലേ എന്നൊക്കെ ചോദിക്കാം എല്ലാവർക്കും. അപ്പം അങ്ങനെ ഇനി ആദ്യം കുട്ടിക്കാലത്തേക്ക് തന്നെ ഒന്ന് പോകാൻ തോന്നുന്നു. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞു, ഒരു കണ്ണ് കാണാത്ത അപ്പൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോ കേട്ടോ വളരെ സരസമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും. ഈ ജ്യോതിഷത്തിൻ്റെയും വാസ്തുവിൻ്റെയും ബാലപാഠങ്ങളൊക്കെ അവർ പഠിക്കുമല്ലോ. പൊതുവെ നാളക്കം വയ്ക്കുക, അന്നത്തെ പഞ്ചാംഗം വയ്ക്കുക എന്നൊക്കെ പറയും. അത്യാവശ്യം പൊരുത്തം നോക്കാനുള്ള കാര്യങ്ങളൊക്കെ ഗ്രഹസാമ്യം ഉണ്ടോ എന്നൊക്കെ നോക്കി, ഗ്രഹസാമ്യമൊക്കെ നോക്കി പൊരുത്തമൊക്കെ നോക്കി കൊടുക്കും. അതങ്ങനെയാണ്. പണ്ട് ഇല്ലങ്ങളിലൊക്കെ മക്കളെ കുറേ പേരെ വിവാഹം കഴിച്ചു കൊടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ സഹോദരിമാരെ വിവാഹം കഴിച്ചു കൊടുക്കാനുണ്ടാവും. പലപ്പോഴും തോന്നും സഹോദരി
കുറേ സഹോദരന്മാരുണ്ടെങ്കിൽ മൂത്ത ആൾ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ, വേളി കഴിക്കുള്ളൂ. അത് ആ കുടുംബം നിലനിൽക്കാൻ വേണ്ടി ആണ്, മറ്റൊരൊന്നും വേളി കഴിക്കില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു പതിവ്. ആൾക്കാർ പരിഹാസമൊക്കെ ആയിട്ട് പറയുമെങ്കിൽ പോലും വാസ്തവം അതാണ്. അങ്ങനെ ഇദ്ദേഹം വളരെ സരസായിട്ടൊക്കെ പറയും. പക്ഷേ ഒരു കാലത്തിൻ്റെ മാറ്റം, കൂടുതൽ ജ്യോതിഷം പഠിച്ചു, ഇന്നത്തെ പോലെ പ്രാക്ടീസ് ചെയ്യാനോ ജനങ്ങളായിട്ട് വരികയോ ഒന്നുമില്ലാത്തതുകൊണ്ടായിരിക്കാം അന്നത്തെ കാലത്ത് എല്ലാവരും ഒന്നും അത് പ്രാക്ടീസ് ചെയ്യാതിരുന്നത്. എന്തായാലും ഒരു വല്യച്ഛൻ അദ്ദേഹം സാധാരണഗതിയിൽ വാസ്തുവിനൊക്കെ കൈകാര്യം ചെയ്യാൻ പോയിരുന്നു. പിന്നെ വേറൊരു അപ്പൻ, അദ്ദേഹം കളക്ടറേറ്റിൽ ടൈപ്പിസ്റ്റായിട്ട് ജോലിയൊക്കെ നേടി. അദ്ദേഹം അത് റിട്ടയർ ചെയ്ത് വന്നിട്ട് ഈ വാസ്തുവിനെ കൈകാര്യം ചെയ്തിരുന്നു. അപ്പം അന്നൊക്കെ ഇവരൊക്കെ ഇത് ചെയ്യുമ്പോൾ ഇതിലൊക്കെ എന്താ അത്ര മൂല്യം എന്നൊക്കെ മനസ്സിൽ തോന്നും. അന്ന് കുട്ടികളാണ്, അത് വേറെ ഒന്നുമില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും ഉന്നം പഠിക്കണ കാലമാണ്. ഇപ്പോഴും അതൊക്കെ പറ്റും. ഇന്നത്തെ കുട്ടികൾക്ക് അത് അറിയില്ല. അതായത് സ്കൂളിലേക്ക് പോകാൻ 1.25 കിലോമീറ്റർ നടക്കണം, ഒരു നാഴിക കൃത്യമായിട്ട് നടക്കണം. അപ്പോൾ വഴിയരികിലുള്ള മാവ് നമുക്ക് ഏറ്റവും പ്രചോദനമാണ്. ഇപ്പോൾ ഗേറ്റിൻ്റെ അവിടെ ആരും ഒന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള കല്ലുകളൊക്കെ 1-2 മാങ്ങയൊക്കെ വീഴും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പതിവ്. അതിപ്പോഴും അതെ, 4-5 എണ്ണമൊക്കെ ഉള്ളൂ വെച്ചാൽ അതിൽ നിന്ന് ഒന്ന് വീഴാനുള്ള സാഹചര്യമുള്ളൂ. ഇന്നത്തെ കുട്ടികൾക്ക് അത് അറിയുമെന്ന് തന്നെ അറിയില്ല, ഉന്നം ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പം അതൊക്കെ നമ്മൾ കുറേ അനുഭവ പാഠങ്ങളാണ് അതൊക്കെ. അപ്പം അങ്ങനെ വന്നു. പിന്നെ പ്രീഡിഗ്രിക്ക് ചേർന്നു. അന്നിപ്പോൾ ഈ കാരണന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും കാലത്തിൻ്റെ മാറ്റാണ്. 74 കാലങ്ങളിൽ, 75 കാലങ്ങളിലൊക്കെ ഉപജീവന മാർഗം നേടാൻ ജോലി ഉണ്ടായാലേ സാധിക്കുള്ളൂ എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഗുരുകുല സമ്പ്രദായത്തിലെ ഗുരുനാഥൻ്റെ അടുത്ത് താമസിച്ച് പഠിക്കുകയും അവിടെ കുറേ അനുഭവങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ജാതകം എടുത്ത് നോക്കുമ്പോഴേക്കും ഈ ഫലം എങ്ങനെ പറയുന്നു എന്നുള്ളതൊരു അത്ഭുതമാണ് വാസ്തവത്തിൽ. അദ്ദേഹം അതെ ഗുരുനാഥൻ്റെ കീഴിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഉഴുത്രവാര്യ എന്ന് പറഞ്ഞാൽ ഗുരുനാഥൻ്റെ കീഴിൽ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരിക്കൽ അദ്ദേഹം തന്നെ പറയുണ്ടായിട്ടുണ്ട്, പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ചെറിയച്ഛൻ ജ്യോതിഷിയാണ്. പക്ഷെ അത് വേണ്ട, ചെറിയച്ഛൻ്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞാൽ അദ്ദേഹം പഠിച്ചത് വേറൊരു ഗുരുനാഥൻ്റെ കീഴിലാണ്. ഒരു ദിവസത്തിൽ സുപ്രഭാതത്തിൽ ഇദ്ദേഹത്തിനെ കാണാനില്ല. അന്ന് കാണാനില്ല വെച്ചാൽ അന്വേഷിക്കാൻ വേറെ നിവൃത്തിയൊന്നുമില്ല. അങ്ങനെ 42ാമത്തെ ദിവസം വന്നു അത്രേ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ചെറിയച്ഛൻ തന്നെ ചോദിച്ചു, മൂകാംബിക ദർശനമൊക്കെ നന്നായില്ലേ, അവിടെ ഉപാസനയൊക്കെ ശരിയായില്ലേ? അപ്പോൾ മൂകാംബിയെ ഉപാസിക്കാൻ പോയതാണ്. അത് വലിയൊരു അത്ഭുതമാണ് അതൊക്കെ. അപ്പോൾ അവരൊക്കെ ആ ഒരു എന്താ പറയുക, ആ ഒരു വീക്ഷണം അല്ല, അവരുടെ ജ്യോതിഷജ്ഞാനം എന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികമാണ്. അപ്പം എന്തായാലും ആ ഗുരുനാഥനും അതെയല്ലോ, അതിൻ്റെ ചെറിയ അംശമല്ല, വലിയൊരു അംശം അദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ആദ്യമൊക്കെ ഈ അമ്പലങ്ങളിലൊക്കെ പ്രശ്നങ്ങൾക്കൊക്കെ പോകും. കാലത്തിൻ്റെ മാറ്റങ്ങളൊക്കെ അനുസരിച്ച് പിന്നീട് അതിനൊന്നും പോവാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ഇല്ലത്തും 10 ദിവസം ഉണ്ടാവാറുണ്ട്. 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഇല്ലത്തുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ വരും, ഗുരുനാഥൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ ആയിട്ട് പഠിക്കലും ഒക്കെ ആയിട്ട് വരും. പിന്നെ ഇവിടെയും ആൾക്കാർ വരും. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോൾ ഇവിടെ അങ്ങോട്ട് ഞാൻ വരുന്നില്ല, നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഒരു 46 കൊല്ലമായി വാസ്തവത്തിൽ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയിട്ട്. അപ്പോൾ ആ ഒരു അനുഭവജ്ഞാനം ഇതിൽ എൻ്റെ ഒരു ഇത്രയും കാലത്തിൻ്റെ അനുഭവത്തിൻ്റെ ജ്ഞാനത്തിൽ ആദ്യമൊക്കെ ആൾക്കാർ വരും, ഇവിടെ വന്നിട്ട് അച്ഛനിലെ അല്ലാതെ കാരണന്മാരെ കാണണം, ഓ ആയിക്കോട്ടെ എന്നാൽ പറഞ്ഞോളൂ, നോക്കി കൊടുക്കുമ്പോഴാണ് നമുക്കത് അവർ ശരി കഴിഞ്ഞ കാലങ്ങളെ പറ്റിയിട്ട്
ഒരു കുട്ടിയുടെ കാര്യം പറയുകയാണ്. 5 വയസ്സ് വരെ ബാലാരിഷ്ടം ഉണ്ടായിരുന്നു, 12 വയസ്സ് വരെ വിദ്യാഭ്യാസത്തിന് അലസത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്നതൊക്കെ ചെയ്താൽ അപ്പോഴാണ് നമുക്ക് തോന്നുക നമ്മൾ പറയണതും ഈ ശാസ്ത്രത്തിൽ പറയണത് തന്നെയാണ് നമ്മളും പറയണത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോഴും അത്രയേ ഉള്ളൂ കേട്ടോ. ശാസ്ത്രത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് പറയണത് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാം. എല്ലാം അങ്ങനെയാണല്ലോ. നമ്മൾക്കൊരു അനുഭവ പാഠങ്ങൾ ഇത് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഇതിൽ നിവൃത്തിയുള്ളൂ. അങ്ങനെ അനുഭവം നിങ്ങൾ പറയുമ്പോഴാണ് നമുക്കും അത് വിശ്വാസമാവുക. അങ്ങനെ ഈ അമ്പലങ്ങളിൽ പ്രശ്നത്തിന് പോകാനൊക്കെ സാഹചര്യങ്ങൾ കുറഞ്ഞു വന്നു തുടങ്ങി. അഷ്ടമംഗല പ്രശ്നം അല്ലെങ്കിൽ ദേവപ്രശ്നം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. കാരണം ഇവിടെ ധാരാളം ആൾക്കാർ ആവശ്യമായിട്ട് വരിക. അപ്പോൾ ഇവിടുന്ന് പോവാൻ സാധിക്കാത്ത പല സാഹചര്യങ്ങളുമായി, പല കാര്യങ്ങൾക്കും ആയിരിക്കാം. പിന്നെ ഫോൺ വന്നോട് കൂടിയിട്ട് ആവശ്യങ്ങൾക്ക് ആൾക്കാർ വിളിക്കുകയായി. പൊതുവെ അങ്ങനെയാണ്. എല്ലാവർക്കും ആര് വിളിച്ചു കഴിഞ്ഞാലും അപ്പോൾ സാധിക്കുന്ന പക്ഷം അപ്പോൾ ഒഴിവാക്കിയിട്ട് വെച്ചാൽ അപ്പോൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഒരു സമ്പ്രദായം. അതിവിടെ ഇല്ലാത്ത എല്ലാവർക്കും അങ്ങനെയാണ്. ഏത് വിഷയങ്ങളാണെങ്കിലും എല്ലാവരും ഒഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അപ്പം എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. ഫോണാണല്ലോ അതിൽ ആദ്യത്തെ ആശയവിനിമയങ്ങൾക്ക് നമുക്ക് ഏറ്റവും അധികം ആദ്യത്തെ ഒരു ഇടനാഴി. പിന്നെ അതങ്ങനെ വന്നു. അങ്ങനെ വന്ന് ജനങ്ങൾ പിന്നെ ആവശ്യക്കാർ നേരിട്ട് വന്നു തുടങ്ങി. അന്ന് കുട്ടിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരാൾ പറഞ്ഞ് സ്വതവേ ഇവിടെയുള്ള ആൾക്കാരും ഒരു പരസ്യം കൊടുക്കാറില്ല. പരസ്യം വേണമെന്ന് ആർക്കൊരു ഭ്രമവുമില്ല ശരിക്ക്. ഇനി ജ്യോതിഷത്തിലേക്ക് ഒന്ന് കടക്കാം. എന്താണ് ജ്യോതിഷം? എങ്ങനെ ഇത് പ്രാവർത്തികമാവണു? എന്തൊക്കെയാണ് ഇതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ? ജാതക ഗോള നിമിത്ത പ്രശ്നം, മുഹൂർത്ത ഗണിത, ഈ 6 എണ്ണമാണ്. ജാതകം, ഗോളം, നിമിത്തം, പ്രശ്നം, മുഹൂർത്തം, ഗണിതം. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വിഷയം, നമുക്കെല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള വിഷയം ഒന്ന് ജാതകമാണ്. എൻ്റെ ഇപ്പോഴത്തെ ഫലം എന്താണ്? എൻ്റെ തൊഴിലിനെ പറ്റിയിട്ട് എന്താണ്? എൻ്റെ മകളുടെ വിവാഹം, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമില്ല, ഒരു മനുഷ്യജന്മത്തിൽ എന്തൊക്കെ വേണം, അതൊക്കെ നമുക്ക് പ്രാവർത്തികമാകുമോ, കാലം എങ്ങനെയാണ് എന്നുള്ളത് അറിയുക. ആ ഒരു ഭാവി ജിജ്ഞാസ തന്നെയാണ് നമുക്ക് വേണ്ടത്. അവിടെ ഈ ഗ്രഹങ്ങളെ വെച്ച് പറയുന്നു, നമ്മളൊരു കുട്ടി ജനിക്കുന്നു. ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ഇപ്പം ഇന്ന് ഈ സമയം, ഇന്നത്തെ ദിവസം 5:30, ഗ്രഹങ്ങളെല്ലാം തന്നെ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, രാഹുകേതുക്കൾ ഛായാഗ്രഹങ്ങളെന്ന് പറയുന്നുണ്ട്. ഈ ഗ്രഹങ്ങളൊക്കെ ഒരേ സ്ഥലത്ത് നിൽക്കണു. നേരെ മറിച്ച് ദുബായിലാണെങ്കിലോ 4 മണിയായിട്ടുണ്ടാവുള്ളൂ. പിന്നെ ന്യൂയോർക്കിലാണെങ്കിലോ ഈ കാലത്ത് ഒരു എത്രയാ 13.5 മണിക്കൂറോ വ്യത്യാസം ഉണ്ടാവും. 11.5 മണിക്കൂർ അവിടെയുണ്ട്. സമ്മർ ടൈം കറക്ഷൻ അനുസരിച്ച് ഈ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിനനുസരിച്ചുള്ള ഗണിതം, ഗ്രഹങ്ങളൊക്കെ ഒരേ പൊസിഷനിലായിരിക്കും. പക്ഷേ ലഗ്നം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്, അത് ഒക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ ഫലപ്രവചന രീതിയിൽ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കുട്ടി ജനിച്ച് ഇന്നത്തെ പ്ലാനറ്ററി പൊസിഷൻ വയ്ക്കുകയും പിന്നീട് ഇതിനനുസരിച്ചുള്ള ദശകളൊക്കെ കണക്ക് കൂട്ടി ആ ഗ്രഹങ്ങളൊക്കെ എവിടെ നിൽക്കുന്നു, ആ ദശകളിൽ എന്തൊക്കെ ഫലങ്ങൾ പറയുന്നു എന്ന് വളരെ വിശദമായിട്ട് പറയുന്നൊരു സംവിധാനമാണ് ജാതകം. കുട്ടി ജനിക്കുമ്പോഴും അതെ, പലർക്കും ഒരു സംശയമുണ്ട്. ഇന്ന് നമുക്കൊക്കെ, നമ്മളെല്ലാവർക്കും ധാരണയേക്കാൾ കൂടുതലും മിഥ്യാധാരണയാണ്. വിശ്വാസത്തിനേക്കാൾ കൂടുതൽ അന്ധവിശ്വാസമാണ്. അതാണ് വിഷയം. വിശ്വാസം എന്നുള്ള പദം തന്നെ കൃത്യമായിട്ടുള്ള മനസ്സിലാക്കി വിശ്വസിച്ച് അനുഭവജ്ഞാനം കൊണ്ട് വിശ്വസിക്കുന്നതിനാണ് വിശ്വാസം എന്ന് പറയുക. വാസ്തവത്തിൽ അതൊന്നുമില്ല. അതാണ് അന്ധവിശ്വാസമാണ് ഇന്ന് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്.
അപ്പോൾ അനുഭവജ്ഞാനങ്ങളെ കൊണ്ടേ വിശ്വസിക്കാൻ പാടുള്ളൂ, അതേ പ്രാവർത്തികമാവുള്ളൂ. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇങ്ങനെ ഈ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഫലം പ്രവചന രീതികൾ നമ്മൾ പറയുന്നു. ഓരോരോ ഗ്രഹങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഈശ്വര ആരാധനകൾ നമ്മൾ പറയുന്നു. വിദ്യാസ്ഥാനത്ത് 2ാം ഭാവം കൊണ്ടാണ്, വിദ്യ, വാക്ക്, കുടുംബം എന്നൊക്കെ 2ാം ഭാവം കൊണ്ട് പറയും. അവിടെ പാപഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ തടസ്സങ്ങളുണ്ടാവും. കേതു വന്നു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടാവും. ആ ഭാവാധിപതി 12ൽ നിന്ന് കഴിഞ്ഞാൽ ഉള്ളത് ഉപേക്ഷിച്ച് മറ്റൊരു പഠിക്കണം, മറ്റൊരു പാഠ്യപദ്ധതി വേണമെന്ന് തോന്നും. ഇങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഈ ഇന്ന് കാണുന്ന, ഇന്ന് അനുഭവം എല്ലാവരും പറയുന്ന ഈ അനുഭവിച്ചു വരുന്ന ഈ ഫലങ്ങളെല്ലാം തന്നെ കോർത്തിണക്കിയിട്ടുള്ള ഒരു ഫലപ്രവചന രീതിയാണ് വാസ്തവത്തിൽ ഈ ഒരു ജ്യോതിഷം എന്ന് പറയുന്നത്. എന്നാൽ തന്നെ ഇതിൽ തന്നെ കുറേ ആചാര്യന്മാരുണ്ട്. ആചാര്യന്മാരുടെ ഫലപ്രവചന രീതിയിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട്. എന്നിരുന്നാലും നമ്മളതിലും 3-4 ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ നിന്നും ക്രോഡീകരിച്ച് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഇത്രയും കാലത്തിൻ്റെ അനുഭവത്തിൽ നമ്മളൊരു എന്താ പറയുക, ചില അനുമാനങ്ങളിൽ എത്തിച്ചേരും. അങ്ങനെയാണല്ലോ അനുമാനം എന്നാണ് പറയേണ്ടത്. അങ്ങനെയാണ് നമുക്ക് ചില ഇത് വരുമ്പോഴേക്കും നമുക്കത് വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ എന്ന് ചോദിക്കേണ്ടി വരും. അങ്ങനെ പലതും ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു അനുഭവത്തിൽ കുറേ ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് തന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ചില അനുഭവങ്ങൾ തോന്നും. സന്താന സൗഭാഗ്യം, ആ സമയത്ത് ഈ ജ്യോതിഷത്തിൻ്റെ ജാതകം എന്ന് ജാതക ഫലപ്രവചന രീതികൾക്ക് പുറമേ ജാതകം ഗോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാനറ്ററി, ഈ ഗ്രഹങ്ങളൊക്കെ എവിടെ നിൽക്കുന്നു എന്ന് ഗണിക്കൽ. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ തൽക്കാലമായിട്ട് ഇന്നത്തെ പ്ലാനറ്ററി പൊസിഷൻ വെച്ച് ആ വ്യക്തി ഒരു ബിസിനസ്സിൽ ഇറങ്ങി പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നു, അത് നേരെയാവുമോ, അല്ലെങ്കിൽ ഒരു ഭൂമി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നു, അത് നല്ലതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നും, ഒരു ജോയിൻറ്റ് വെഞ്ചറുകളിൽ ഏർപ്പെടുന്നു, ആ വ്യക്തി വിശ്വാസയോഗ്യമാണോ എന്നൊക്കെ പലതും ഓരോരുത്തരുടെ ആവശ്യങ്ങൾ പലതും ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഒരു സ്ഥിരീകരിക്കുക ഇന്നത്തെ പൊസിഷൻ വെച്ച് ഫലപ്രവചന രീതികൾ പറയും. അത് പ്രശ്നം എന്ന് പറയും. അവിടെയുണ്ട് ഒരു നിമിത്തം. ആ സമയത്ത് എന്തൊക്കെ കണ്ടു, കേട്ടു, ശ്രവിച്ചു, ഈ വാസനയുണ്ടായി, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക്, ഉദാഹരണത്തിന് ഈ സമയത്ത് എന്തെങ്കിലും പ്രശ്നം വെച്ചു. ഇപ്പോൾ ഒരു കാകരോദനം, കാക്ക കരയുന്നത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ആരും കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഞാനത് കേട്ടിട്ടുണ്ട്. അതിനെന്തെങ്കിലും ഒരു ഫലം പ്രവചന രീതി ചിലത് ഉണ്ട്, ചിലത് ആ നിമിത്തത്തിനനുസരിച്ചുണ്ടാവും. അങ്ങനെ പലതും ആ സമയത്ത് കോർത്തിണക്കിയിട്ട് പറയേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ പലതും ഉണ്ടാവും. അതിന് നിമിത്തം എന്ന് പറയും. ജാതകം, കോളം, നിമിത്തം, പ്രശ്നം. മുഹൂർത്തം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ചോറൂണാണെങ്കിലും വേണ്ടില്ല, 28 നൂലുകെട്ട്, പിന്നെ വാഹനം വാങ്ങിക്കുക, വിവാഹം, ഇങ്ങനെയുള്ളതിനൊക്കെ നല്ല സമയം നോക്കി, നല്ല നക്ഷത്രം നോക്കി, ഗ്രഹങ്ങളെയൊക്കെ നോക്കി ഗണിക്കുന്ന ഒരു സമ്പ്രദായമാണ് മുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പോൾ അത് സർവ്വസാധാരണമാണ് വാസ്തവത്തിൽ. ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മളൊക്കെ വിചാരിക്കുന്നതൊരു അബദ്ധ ശാസ്ത്രമാണെന്നും മിഥ്യാധാരണയാണെന്നുള്ളതും ഇതിൽ കഴമ്പൊന്നുമില്ല എന്നും വിചാരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. കാരണം എല്ലാവരും ജ്യോതിഷത്തിൽ വിശ്വസിച്ചാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വേണ്ട. ആവശ്യമുള്ള ആൾക്കാർ തന്നെ അതിൽ വിശ്വസിക്കുന്നുണ്ടോ, ആവശ്യക്കാരെ വരേണ്ടതുള്ളൂ. അല്ലാണ്ട് ചില ആൾക്കാർ വരാറുണ്ട് കേട്ടോ, തമാശയൊക്കെ ഉണ്ടാവാറുണ്ട്. പല വിധത്തിലുള്ള ആൾക്കാർ വരും, പരീക്ഷണത്തിന് ആൾക്കാർ വരും. അപ്പോൾ അത് നമുക്കത് കുറേശ്ശൊക്കെ തോന്നും. ചില സരസമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ പിന്നെ അവർക്ക് തന്നെ ചിലപ്പോൾ എന്നാൽ ഈ മക്കളുടെ ശരിക്കുള്ള ജാതകം നോക്കിയോളെ. അപ്പോൾ ശരിക്കെന്ന് വെച്ചാൽ എന്താ? അല്ല, ശരിക്കും നോക്കാനല്ല ആദ്യം വന്നത്. അതെയോ, ആയിക്കോട്ടെ, എന്നാൽ ശരിക്കും നോക്കാൻ പറയാമോ, പറ്റുമോ നോക്കി നോക്കാം. കാരണം ഇത് അവിടെയും വിശ്വാസത്തിൻ്റെ ഒരു യോഗ്യമുണ്ട്, വിശ്വാസത്തിൻ്റെ ഒരു കഴമ്പുണ്ട്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഭവമുള്ള കാര്യം ഉണ്ടാവും. ഡോക്ടർമാരെല്ലാവരും ഒരേപോലെയല്ലേ പഠിച്ചിട്ടുണ്ടാവുക? എല്ലാവരും ഒരേപോലെ ആത്മാർത്ഥമായിട്ട് ചികിത്സിക്കും. ഒരാളും അബദ്ധമാവണം എന്ന് വിചാരിച്ചിട്ട് ചികിത്സിക്കുമോ? ഇല്ല. എല്ലാവരും സിനിമ എടുക്കുന്നത് ഡയറക്ടർമാർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാർ നന്നാവണം എന്ന് വിചാരിച്ചിട്ട് തന്നെയല്ലേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ? അതെ. പക്ഷെ ചില ആൾക്കാരെ ചികിത്സയിൽ ആ ഡോക്ടറെ കണ്ടാൽ മതിയല്ലോ, മറ്റേ ഡോക്ടറും ആ മരുന്ന് നിയമം കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ ആ ഡോക്ടറെ കണ്ടാൽ ആ മരുന്ന് കഴിച്ചാൽ മതി. അപ്പോൾ അവിടെയാണ് ആ അങ്ങേരുടെ ചിന്താഗതിയും നമ്മുടെ ചിന്താഗതിയും ഒരേപോലെയുള്ള, ഇനി ഇംഗ്ലീഷിൽ വേവ് ലെങ്ത് ഒരേപോലെയുള്ള ആൾക്കാരെന്ന് പറയും. നമുക്കൊക്കെ തോന്നാറില്ലേ? ഞാൻ തന്നെ വിചാരിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഒരു 2 ദിവസമായി വിചാരിക്കണു, തന്നെ ഒരു കാര്യം വിചാരിക്കുന്നു. ഞാനും അതെ. അപ്പോൾ അതെന്താ? ആ ഒരു നമുക്ക് ടെലിപ്പതി എന്നോ ഇംഗ്ലീഷിൽ എന്ത് വേണമെങ്കിൽ പേര് പറയാം, സമാന ചിന്താഗതി എന്നുള്ള ഒരു പദം നമ്മൾ വിചാരിച്ചാൽ മതി. ചിന്താഗതിയും സാഹചര്യങ്ങളും അവസരങ്ങളും ആവശ്യകതയും ഒത്തുകൂടുമ്പോൾ അങ്ങനെ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. നമുക്കിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ നമ്മൾ ജനിക്കണത്. ഇനി നമ്മൾ വേണമെന്ന് വിചാരിച്ചാലും നമുക്ക് അടുത്ത് ജനിക്കാനും പറ്റില്ല. അങ്ങനെ സൗകര്യമുണ്ട്. അങ്ങനെ പരിഭ്രമിച്ചിട്ടും കാര്യമില്ല. പിന്നെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, ഈ ഒരു ഇത് കിട്ടി പിന്നെ പരിഭ്രമിച്ചിട്ട് വിദ്യാഭ്യാസം കുട്ടികളെ LKG ചേർക്കുമ്പോഴേക്കും IAS ചേർത്ത പോലെ ഉള്ള സമീപനം അച്ഛനമ്മമാർക്ക് പരിഭ്രമമായിട്ട്. അപ്പം ഞാൻ ചോദിക്കും, കുട്ടിയുടെ ജാതകം നോക്കുക, അപ്പം നിങ്ങൾ IAS ചേർന്നോ ചോദിക്കും. അതല്ല, കുട്ടിയുടെ കാര്യത്തിനാണ് പരിഭ്രമിക്കണത്. ആകെ ഒരു മാർക്ക് പോയി അപ്പം വിളിക്കുക. അയ്യോ, ഇതാണ് ഈ മിഥ്യാധാരണയും അന്ധവിശ്വാസവും. അപ്പോൾ നമ്മളിവിടെ ഒരു മിതത്വത്തോടു കൂടി ജ്യോതിഷത്തിനെ വിശ്വസിച്ചും കൊണ്ട് വരികയാണെങ്കിൽ ഏതൊരു ജ്യോതിഷ അടുത്തും ചെന്നാൽ അവർ ആ ഫലപ്രവചനം ചെയ്യുന്നത് ശരിയാവും. ഈ വ്യക്തിക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ ഗുരുഭക്തീശ്വരം ധ്യായേൽ ഒരു ജ്യോതിഷിക്ക് ഉണ്ടാവേണ്ടതായിട്ടുള്ള ഗുണഗണങ്ങൾ ഉണ്ട്. ശാസ്ത്രത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഉത്ഥായോഷസി ദേവതാം ഹൃദി നിജാം ധ്യാത്വ വപുശോധനം. ഉഷസിങ്കൽ എഴുന്നേൽക്കണം, നേരത്തെ എഴുന്നേറ്റ് എല്ലാ ദിനചര്യാക്രമങ്ങളൊക്കെ അനുവർത്തിച്ച് അവരൊരു ഉപാസനകളൊക്കെ നടത്തി സ്വസ്ഥാന്തരാത്മാ ഭവേർ, സ്വസ്ഥമായിട്ട് ഇരിക്കണം. അപ്പോൾ അവിടെ ഒരു മുൻവിധികളൊന്നും വേണ്ട. മുൻവിധി ഉണ്ടായിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല, കാര്യമൊന്നും നടക്കില്ല. മുൻവിധി പോലെ ഒന്നല്ല നമ്മുടെ ജീവിതം എന്നുള്ളത് നമുക്ക് അനുഭവജ്ഞാനം കൊണ്ടേ മനസ്സിലാവുള്ളൂ. ഏറ്റവും വലിയൊരു അധ്യാപകൻ അതാണല്ലോ, അനുഭവജ്ഞാനല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ഗുരുഭക്തീശ്വരം അങ്ങനെ സ്വസ്ഥാന്തരാത്മാഭവിൽ അങ്ങനെ ഇരുന്നാൽ ആവശ്യക്കാർ വരുന്നാണ് പറയുക. അപ്പോൾ അത് ആ ഗുരുനാഥനും ശാസ്ത്രത്തിലും പറയണതൊക്കെ അങ്ങനെ അനുവർത്തിക്കും. അപ്പോൾ അവർക്ക് എന്താണ് ആവശ്യങ്ങളുള്ളത് അത് പറയാൻ നമ്മളെ തോന്നിക്കണേ എന്ന് നമ്മൾ ഈശ്വരന്മാരോടും ഈ ലോകത്തിനെ നിലനിർത്തുന്ന ഗ്രഹങ്ങളോടും നമ്മൾ പ്രാർത്ഥിക്കും. അതായത് ഇന്നത്തെ ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ ശനി എന്ന ഗ്രഹം ഈ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലത്തിൽ 30 വർഷം കൊണ്ടാണ് ഒരു പ്രദക്ഷിണം വെച്ചിട്ട് എത്തുന്നത് എന്നും 30 വർഷം കൊണ്ട്. വ്യാഴം എന്ന ഗ്രഹം 12 വർഷം കൊണ്ടാണ് ഒരു വലയം വെച്ച് പ്രദക്ഷിണം അപ്രദക്ഷിണം അത് ആപേക്ഷികമാണ്. ഫാൻ ഇങ്ങനെ കറങ്ങുണ്ടാവും, ഇവിടുന്ന് നോക്കിയാൽ അപ്രദക്ഷിണമാണ്, മുകളിൽ നിന്ന് നോക്കിയാലോ. അപ്പോൾ ഈ സൗരയൂഥത്തിൽ നമ്മൾ ജീവിക്കണ ഈ സ്ഥലത്ത് മുകളിലാണോ താഴെയാണോ എന്നുള്ളത് നമ്മളിവിടെ മുകളിലാന്ന് പറയും. അമേരിക്കക്കാരെ ഏറ്റവും ചോട്ടിൽ അവിടെ ന്യൂയോർക്കുകാരെന്താ പറയുക? ഞങ്ങളാണ് മുകളിലെന്ന് പറയും. നമ്മൾ താഴത്താണ് അവരുടെ വീക്ഷണത്തിൽ. അപ്പോൾ അത് എല്ലാം അത് ശരി തന്നെ. പക്ഷെ ആ ശരി എന്നുള്ളത് മനസ്സിലാക്കലാണ് ശാസ്ത്രത്തിനെ മനസ്സിലാക്കൽ.
അവരിപ്പോൾ രാത്രിയാന്ന് പറയും, നമ്മളിവിടെ പകലാന്നും പറയും, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾക്ക് ആ മനസ്സിലാക്കൽ, ഗ്രഹിക്കൽ, ആ ശാസ്ത്രത്തിനെ പറ്റിയിട്ട് ധാരണ ഉണ്ടാവില്ലേ. അങ്ങനെ ധാരണ ഉണ്ടായിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളെയും വിലയിരുത്താനും വിമർശിക്കാനും ഒക്കെ പാടുള്ളൂ. ഇന്ന് നമ്മളതല്ലല്ലോ. നമ്മൾ അറിയാത്ത വിഷയങ്ങളെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പറയുന്ന ഒരു വിഭാഗമാണ് നമ്മൾ മലയാളികൾ. അതിലേറ്റവും അഗ്രഗണ്യരാണ് വാസ്തവത്തിൽ. എന്തോ ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ടൊന്നും കിടക്കണില്ല. അപ്പോൾ ജ്യോതിഷ വിഷയത്തിൽ ഇങ്ങനെയുള്ള ഈ വിഷയങ്ങളൊക്കെ ഒറ്റ കോർത്തിണക്കി നമ്മളൊരു ഫലപ്രവചന രീതി പറയുന്നു. ഇവിടെ അനുഭവജ്ഞാനം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഈ ജ്യോതിഷത്തിൽ പറഞ്ഞതൊക്കെ അങ്ങോട്ട് ശരിയാവില്ലേ, ഒന്ന് ചോദിക്കാം. അതും പറയുന്നുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയുടെ പഴയ പുരാണോ ഇതിഹാസമോ കഥകളോ കഥകളിയോ കൂടിയാട്ടോ സിനിമയോ നാടകമോ ഒന്നും നമ്മൾ കൂത്തോ ഒന്നും ആലോചിക്കണ്ട. അതിലത്തെ സാരാംശം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി എന്നെ പറയുന്നുണ്ട്, ഒട്ടൊക്കില്ല 90% അത് ശരിയാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം അത് ഈ ഉപാസന, ഈ ജ്യോതിഷിയുടെ മാനസികമായിട്ടുള്ള അവസ്ഥ, ഈ കേൾക്കുന്ന ആളുടെ വ്യക്തി ഇന്ന് തന്നെ ഉണ്ടായി. ഓൺലൈനൊരു വ്യക്തി വിളിച്ചു, യാത്രയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ യാത്രയിൽ ഇത് കേട്ടിട്ട് അതൊരു ശരിയല്ലോ, വീട്ടിലിരുന്നിട്ട് വിളിച്ചാൽ പോരെ, അതല്ല ഇപ്പം തന്നെ അറിയണം. എന്നാൽ പകുതി കേൾക്കുള്ളൂ, പകുതി കേട്ടിട്ടില്ല, എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു, ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുക്കും. അങ്ങനെ 10-20 കൊല്ലമായിട്ട് നമ്മൾ ഈ പാദം കാലക്രമേണ എന്ന് പറയും. നമ്മളെ കുറേ ആൾക്കാർ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിക്കുകയെ, നമ്മൾ ഈ ജനിച്ച് പഠിച്ച സമയത്ത് പോലെയൊന്നല്ലോ നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നത്. ആചാര്യാൽ പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയ. നമ്മൾ പഠിക്കണു, ഒരു ഡിഗ്രി ആൻഡ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, നമ്മൾ ഗുരുനാഥത്തിൽ നിന്നും പഠിക്കുന്നു, നമ്മൾ സഹപാഠികളിൽ നിന്നും പഠിക്കുന്നു, പിന്നെ പ്രവൃത്തി പരിചയം കൊണ്ട് പഠിക്കുന്നു. പിന്നെയാണ് പറയുന്നത് പാദം കാലക്രമേണ കാലം നമ്മളെ പഠിപ്പിക്കും. എറണാകുളത്ത് നിന്നൊരു പ്രായമായിട്ടുള്ള സ്വാമിയും മാമിയും ഇവിടെ വന്നു. 20-22 കൊല്ലം മുമ്പെയാണ്. അപ്പോൾ അവർ പ്രായമായിട്ടുണ്ട്. അപ്പോൾ മക്കളുടെ കാര്യങ്ങൾ അറിയാനാണ്. ഒരാൾ ആസ്ട്രേലിയയിലാണ്, ഒരാൾ അമേരിക്കയിലുമാണ്. അപ്പോഴാണ് നമ്മുടെ മനസ്സിലൊരു തോന്നൽ. അന്നൊരു പെട്ടി ഫോണുണ്ട്, ഒരു ബിന്ദു എന്ന് പറഞ്ഞാൽ അവരാദ്യം തന്നതാണ്. അപ്പോൾ ഈ മേടിക്കണമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ അന്ന് തന്നു. അപ്പോൾ എനിക്കൊരു തോന്നൽ, ഈ റെക്കോർഡ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ബാത്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് റെക്കോർഡ് ചെയ്ത് നോക്കിയപ്പോൾ റെക്കോർഡാവുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാഫിനോട് പറഞ്ഞു, ഒന്നൊരു കാര്യം ചെയ്യൂ, അങ്ങയുടെ മക്കൾ അമേരിക്കയിലുള്ള ആളുടെ ഫോൺ നമ്പറൊന്നും തന്നാൽ തിരക്കിടില്ല. അതെന്തിനാ അത്? അല്ല, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പോവാലോ, അവൻ നല്ല പൊസിഷനിലാണ്, എന്താ വേണ്ടത് വെച്ചാൽ സഹായം ചെയ്തു തരും. ശരി. ഫോൺ നമ്പറൊക്കെ മേടിച്ചു. സ്റ്റാഫിനോട് പറഞ്ഞു, ഒരു SMS അയച്ചു നോക്കൂ, ഇമെയിൽ അഡ്രസ്സ് അയക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഇമെയിലിൽ ഇങ്ങനെ അതൊക്കെ അയക്കാമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റാഫ് പറഞ്ഞു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ വന്നു. കാരണം ഇവിടെ പകല 10 മണിക്കൊക്കെയാണ്, അവിടെ രാത്രി ആയിട്ടുണ്ടാവുമല്ലോ. ശരി, ഇമെയിൽ അഡ്രസ്സ് എഴുതി കൊടുന്നു. അപ്പോൾ ഞാൻ എന്തായാലും റെക്കോർഡ് ചെയ്തു. ഞാൻ സ്റ്റാഫിനോട് പറഞ്ഞു, ഇങ്ങനൊരു ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാകാതെ എങ്ങനെ ഇമെയിലിൽ കൂടെ അയക്കുക എന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ശരി. അതൊക്കെ കഴിഞ്ഞു. അവരിവിടെ പുറത്ത് വന്നു. അപ്പോൾ കുറച്ച് വെള്ളം വേണം, കാപ്പി വേണം എന്നൊക്കെ പറഞ്ഞു. ശരി. കഴിഞ്ഞ് ഒരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് വിട്ടു. അതിൻ്റെ മുമ്പേ ഇത് വന്നപ്പോഴേക്കും മകനോ മകളോ ഒരാൾ വിദേശത്ത് നിന്ന് വിളിച്ചു, അച്ഛാ ഞങ്ങളിതൊക്കെ കേട്ടു, ഭയങ്കര സന്തോഷമായി. ഇതാണ് നമ്മളെ കാലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ 20 കൊല്ലമായിട്ട് ഞാൻ എല്ലാവരുടെയും ഫലങ്ങൾ പറയുന്നത് മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. ഇന്നിപ്പോൾ സർവ്വസാധാരണമാണ്. ഇന്നത്തെ കുട്ടികളോട് പണ്ട് ട്രങ്ക് ബുക്ക് ചെയ്തിരുന്നു, STD ബുക്ക് ചെയ്യാനായിട്ട് ക്യൂ നിന്നിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ യുവതലമുറക്കാർക്ക് വിശ്വാസമാവില്ല. അപ്പോൾ കാലം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ജ്യോതിഷ വിഷയത്തിലും ഈ ഒരു ജാതകം ഗണിക്കണം എന്ന് വെച്ചാൽ ഗുരുനാഥൻ്റെ അവിടെ
ഉള്ള സമയത്ത് ഈ പഞ്ചാംഗത്തിൽ നിന്നും ഗണിക്കുമ്പോൾ 25 മിനിറ്റ് വേണം അതിന്നും ഒരു പ്ലാനറ്ററി പൊസിഷൻ ഗണിക്കാൻ. ഇന്നിപ്പോൾ എത്ര സൗകര്യം, 1 മിനിറ്റ് വേണ്ട, ഒരു 15 സെക്കൻഡ് ഉണ്ടെങ്കിൽ അത് പ്ലാനറ്ററി പൊസിഷൻ കിട്ടി അപ്പോൾ കാലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളും അത് റിഫൈൻഡ് ആവുകയാണ് ഒക്കെ വേണം എല്ലാത്തിനും അനുസരിച്ച്. അപ്പോൾ ഇങ്ങനെ നമ്മളെ പല അനുഭവജ്ഞാനങ്ങളും നമ്മൾ കോർത്തിണക്കിയിട്ട് നമ്മൾ ഇതുവരെ എത്തി. ജ്യോതിഷത്തിനെ അന്ധവിശ്വാസമായിട്ടൊന്നും കണക്ക് കൂട്ടേണ്ടതില്ല. അത് വിശ്വസിക്കുന്നവർക്ക് അത് വിശ്വസിച്ചും കൊണ്ട് അതിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. 2019 ഉദാഹരണത്തിന് ആഗോളതലത്തിൽ വിഷുഫലത്തിൽ പകർച്ച വ്യാധി പിടിപെടും എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഞാൻ അന്ന് ആ വിഷുഫലത്തിൽ പറയുണ്ടായി എങ്ങനെ എല്ലാ ഇപ്പോൾ 2019 എങ്ങനെയാണ് ആഗോളതലത്തിൽ എങ്ങനെയാണ് പകർച്ചവ്യാധി ഉണ്ടാവുക. 2019 ആണ് അത് തുടങ്ങിയിട്ടുള്ളത്, ആ കൊറോണ എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ നമ്മുടെ കയ്യിലല്ല. അതൊരു പ്രശ്നമാർഗത്തിൽ 25-ാമത്തെ അധ്യായം എന്ന് പറയുന്നൊരു അധ്യായം തന്നെ ഈ മഴയെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഏതൊക്കെ കാലത്ത് മഴ കിട്ടും, ആഗോളതലത്തിൽ എന്തൊക്കെ വ്യത്യാസം വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഒരു സംവിധാനമാണ്, കുറേ ഉണ്ട് ജ്യോതിഷത്തിൻ്റെ വിഷയത്തിൽ. അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഇല്ലത്ത് വന്ന് ജനിച്ച് ഇത് പഠിക്കാനുള്ളൊരവസരം ഉണ്ടായതുകൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ് പറയാനുള്ളത്. അതല്ലാതെ എൻ്റെ ഒരു കേമത്തൊന്നുമല്ല. ഇത് ശാസ്ത്രത്തിനെ പറ്റി ഗ്രഹിക്കാൻ അവസരം ഉണ്ടായി, അതൊരു എന്താ പറയുക നിയോഗം തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെ പറയാനുള്ളൂ. ഇത്രയും കാലത്തെ അനുഭവത്തിൽ അതായത് ജ്യോതിഷം എങ്ങനെയാണ് അത് പ്രാവർത്തികമാവുക എന്ന് പലർക്കും തോന്നാം. വാസ്തവത്തിൽ ഈ ജ്യോതിഷം എല്ലാവരും പഠിക്കണം എന്നല്ല, ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശ്വരൻ എന്ന സങ്കല്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരിലും ഈശ്വരാംശം ഉണ്ട്. പക്ഷേ നമുക്ക് പല കാര്യങ്ങൾ വരുമ്പോൾ നമ്മളൊരു സുഹൃത്തിനെ ആശ്രയിക്കുന്നു, അച്ഛനമ്മമാരെ ആശ്രയിക്കുന്നു. പലതും നമ്മളെല്ലാം കഴിവും ഇതൊക്കെ ഉണ്ടെങ്കിലും ചില കഴിവുകേടുകൾ ലോകത്തിൽ എല്ലാവർക്കും ഉണ്ടാവും. അത് പലതും നിവർത്തിക്കാനായിട്ട് നമ്മളെല്ലാവരും ആശ്രയ ജീവികളൊക്കെ തന്നെയാണ്. അത് നമ്മൾ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ അഹങ്കാരപ്പെടും, ഞാൻ ആരെ ആശ്രയിക്കില്ല. ആശ്രയിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്വയമേവ ചില പരിമിതികൾ നിശ്ചയിക്കും. അത് മനസ്സിൽ അളവ് വെച്ചിട്ട് നിശ്ചയിക്കുകയാണ് വാസ്തവത്തിൽ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഈശ്വരാരാധനകൾ നടത്തുന്നുണ്ട വിരോധം? അത് പല ആൾക്കാരും യേശുവായിട്ടും നബിയായിട്ടും കൃഷ്ണനായിട്ടും പ്രകൃതി ഈശ്വരനായിട്ട് സങ്കല്പിക്കുന്നവരുണ്ട്. അതങ്ങനെ വിരോധമൊന്നുമില്ല. ഇതിൽ നിന്നും പിന്നെ അടുത്തൊരു സ്റ്റേജാണ്, അതായത് ഓരോരോ യുഗങ്ങളുടെ മാറ്റങ്ങളാണ്. കൃതായുഗത്തിൽ ആരാധനയ്ക്ക് മാധ്യമങ്ങളൊന്നും വേണ്ട. ത്രേതായുഗമായപ്പോഴേക്കും ഒരു ആരാധനയ്ക്ക് ഈ ക്യാമറയിൽ കാണുന്ന ഒരു ചെറിയൊരു സ്പോട്ട് ഉണ്ടായാൽ, ഒരു വിളക്കുണ്ടായാൽ നമുക്കൊരു ആരാധിക്കാൻ മനസ്സ് ഏകാഗ്രത ഉണ്ടാവും എന്നുള്ള തോന്നലുണ്ടാവും. ദ്വാപര യുഗമായപ്പോഴേക്കും ഈ അവതാര പുരുഷന്മാരൊക്കെ വന്നു. അവിടെ രാവണൻ ഉണ്ടായോ, ഈ എല്ലാ ഈശ്വരന്മാരുണ്ടായോ, അയ്യപ്പൻ ഉണ്ടായോ എന്നുള്ളതല്ല വിഷയം. അപ്പോൾ ഇങ്ങനെ ഈ ഓരോരുത്തരുടെയും അവരവരുടെ ക്വാളിറ്റികളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഗണപതിയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയരം കുറഞ്ഞിട്ടുള്ള ആളാണ്, കൃഷ്ണനാണെന്ന് വെച്ചാൽ കറുത്തിട്ടുള്ള ആളാണ്. പിന്നെ ആൾക്കാർ ചോദിക്കും, അപ്പോൾ ശാസ്താവിൻ്റെ അയ്യപ്പൻ്റെ ഫോട്ടോൻ്റെ തൊട്ടിപ്പുറത്ത് ഭഗവതിയുടെ ഫോട്ടോ വയ്ക്കാൻ പറ്റുമോ? നിങ്ങൾ കണ്ടിട്ടില്ലേ, ഗണപതിയുടെ അമ്പലത്തിൽ ശിവൻ ഉപദേവനായിട്ട് ഉണ്ടാവും. സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിൽ ശിവൻ്റെയും മക്കളല്ലേ ഗണപതിയും സുബ്രഹ്മണ്യനൊക്കെ. അപ്പോൾ ഏറ്റവും പ്രധാന ഏതാണ്? സുബ്രഹ്മണ്യൻ്റെ അമ്പലമാവും ചിലപ്പോൾ. ഹരിപ്പാടൊക്കെ ഉണ്ട്, അവിടെ ഉപദേവനായിട്ട് മറ്റുള്ള ദേവന്മാരും ശിവനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈശ്വര സങ്കല്പത്തിൽ അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മുടെ മനസ്സിനെ
ഉതകുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ മനസ്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളും അഭിരുചികളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിലുള്ള ആരാധന കൊണ്ട് അതൊരു ഫലത്തിലേക്കും അത് ലക്ഷ്യത്തിലേക്കും വരാനുള്ളൊരു മാർഗം എന്ന് മാത്രം വിചാരിച്ചാലും അതിനൊരു ഗൈഡൻസാണ് വാസ്തവത്തിൽ ഈ ജ്യോതിഷം. ഒരു കുമരകം ലേക്ക് റിസോർട്ടിൽ കഴിഞ്ഞ ഒരു 15-18 കൊല്ലം മുമ്പേ വിദേശത്തു നിന്ന് കുറേ പേര് വന്നു. അപ്പോൾ അവർ പ്രൊഫൈലൊക്കെ വേണമെന്ന് പറഞ്ഞു. നമുക്ക് പ്രൊഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജ്യോതിഷം പഠിച്ചു എന്നുള്ളത് തന്നെയുള്ളൂ. അങ്ങനെ അവർ ബുക്ക് ചെയ്തു. 3 ദിവസം വേണം. ഓ ശരി, 35 പേര് വരുന്നുണ്ട്. ആദ്യം വേണം 10 ദിവസം വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എത്ര പേരുണ്ടോ ചോദിച്ചാൽ 35 പേരാണ്, അമേരിക്കയിൽ നിന്ന് വരികയാണ്. അങ്ങനെ അവിടെ ചെന്നു. അപ്പോൾ കാലത്ത് അപ്പോൾ അവർക്കൊക്കെ സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് സ്ലോട്ട് കൊടുക്കാനൊന്നും നമ്മുടെ ഒരു ജ്യോതിഷത്തിൻ്റെ ആശയങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് സമയപരിധിയൊന്നുമില്ല. സമയപരിധി ഒട്ടും ഇല്ലാതെയാണ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്തായാലും ആയിക്കോട്ടെ, അവർക്കൊരു റിസോർട്ടിനാകുമ്പോൾ അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആദ്യം ഒരാൾ വന്നു, കഴിഞ്ഞ് ജാതകമൊക്കെ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ആരോഗ്യ സംരക്ഷണത്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പഠിച്ചതായിരിക്കും, ഉപദേശങ്ങൾ കൊടുക്കുന്ന വ്യക്തിയാവാനാണ് സാധ്യതയുള്ളത് എന്നൊക്കെ പറഞ്ഞു. അങ്ങേരെ കഷ്ടിച്ച് ഒക്കെ സമ്മതിച്ചു. നോക്കിയപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പേര് പറഞ്ഞു. പേരൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കുട്ടികളുടെയും കാര്യങ്ങളൊക്കെ നോക്കി. പേര് ദീപക് ചോപ്ര എന്നാണ്. കേമായിട്ട് നിംഹാൻസ് എന്ന് സൈക്കോളജിയോ സൈക്കാട്രിയോ കഴിഞ്ഞിട്ട് അവിടെ അദ്ദേഹം കാലിഫോർണിയയിൽ സ്വന്തമായിട്ട് അദ്ദേഹം ഈ മഹർഷി മഹേഷ് യോഗിയുടെ ഒരു ഡിസൈപ്പിളാണ്. ധ്യാനവും യോഗയും ആയുർവേദവും ഇതൊക്കെ നടത്തുന്ന അദ്ദേഹം കുറേ ആൾക്കാരെ കൊണ്ടുവന്നിരിക്കുക. ദീപക് ചോപ്ര എന്ന് പറഞ്ഞു. ഓ ശരി എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇദ്ദേഹത്തിനെ പറ്റിയിട്ടും എനിക്കറിയുമായിരുന്നില്ല. അദ്ദേഹം വലിയൊരു സൈക്കോളജിസ്റ്റാണെന്നുള്ളത് എനിക്കറിയും. പിന്നീട് ഇവിടെ വന്ന് ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് പറയുക അദ്ദേഹം വലിയൊരു കേമനാണല്ലോ. ഓ ശരി. കുറേ പേരെ നോക്കി. ചില കേമായിട്ടുള്ള ഹോളിവുഡ് സ്റ്റാഴ്സിൻ്റെയൊക്കെ നോക്കി. അവരെ കൂടി ഒരുമിച്ച് വന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വ്യക്തിയുടെ ജാതകം നോക്കിയപ്പോൾ അങ്ങേര് ജാതകമൊക്കെ നോക്കി. ശരി, റിങ്കിൾസ്, ജോൺ റിങ്കിൾസ് എന്നാണ് പേര്. നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും. റിങ്കിൾസ് എന്ന് പറഞ്ഞ് ചുയിങ്കണ്ട്. ഇവിടെയൊന്നുമില്ല, അമേരിക്കയിലുമൊക്കെ ഉണ്ട്. അതിൻ്റെ ഓണറാണ്. എനിക്കന്നും അറിയില്ല. അദ്ദേഹത്തിൻ്റെ ജാതകമൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് 5 കുട്ടികളാണ്, 5 മക്കളാണ്. അത് ഓർമ്മയുണ്ടെന്നർത്ഥം. ഇന്ന കുട്ടി കഴിഞ്ഞിട്ട് അത് കുറച്ചൊരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ഇന്ന അതൊക്കെ കഴിഞ്ഞു. അറ്റ് പ്രസൻറ്റ് താങ്കൾ മറ്റ് രാഷ്ട്രങ്ങളായിട്ട് ആലോചിച്ചിട്ട് ഒരു ഭക്ഷണ പദാർത്ഥങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഒരു എന്തെങ്കിലും ഉൽപ്പാദനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ചോദിച്ചു. പറഞ്ഞു 2 രാഷ്ട്രങ്ങളായിട്ടുണ്ട് പറഞ്ഞു. അപ്പം അദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കാൻ ആഫ്രിക്കയിൽ കൾട്ടിവേഷൻ ചെയ്ത് വേറൊരു രാജ്യത്തൊരു വ്യക്തിയും കൂടി ഇൻവെസ്റ്ററേയും കണ്ടുപിടിച്ച് ഈ 3 പേരും കൂടി തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ് ഇത്. അദ്ദേഹം പിന്നെ പറയുക ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ജാതകമൊക്കെ നോക്കി അത് പറയണു, രാശിയൊക്കെ നോക്കി അത് ശരിയാവില്ലേ എന്നൊക്കെ നോക്കി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല, പറയുമ്പോഴാണ് നമുക്ക് തോന്നുക. ഇതേപോലെ സിനിമക്കാരൊക്കെ ധാരാളം വരാറുണ്ട്. കാരണം സിനിമക്കാരും രാഷ്ട്രീയക്കാരൊക്കെ വരുന്നത് അല്ലെങ്കിൽ പറയുന്നത് മറ്റുള്ള ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവരെ ആരും പേര് പറയില്ല. ചിലതൊക്കെ നമ്മൾ ഗോപ്പിയായിട്ട് വെക്കണമല്ലോ. അപ്പം അത് ചിലത് ഗോപ്പിയായിട്ട് വെക്കണം, അങ്ങനെ പരുത്ത് പറയും. അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ ചില ആൾക്കാരുടെ പറയണോണ്ട് വിരോധമൊന്നുമില്ല എന്നും പറയും. അങ്ങനെ പലതുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ടാണ്, അവർ ചെയ്തത് കൊണ്ടാണ്, നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ടല്ല അവർക്ക് ഫലം ഉണ്ടാവുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിൽ ധാരണ വേണം. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമാണ്, നിങ്ങൾ ഈശ്വര പ്രാർത്ഥനകളുടെ നടത്തുന്നതിൻ്റെ നേട്ടമാണ് നിങ്ങൾക്കുണ്ടാവുന്നത്. ഞാനൊരു വഴികാട്ടിയാണെന്ന് മാത്രമേ ജ്യോതിഷത്തിനെ പറ്റിയിട്ട് പറയാൻ പാടുള്ളൂ. നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണുള്ള പോലെയാണ്.
ഏയ് മൊബൈൽ ഫോൺ ഉണ്ടായതുകൊണ്ട് കുറെ എല്ലാം കൂടി കോർത്തിണക്കിയിട്ടാണ്, ഞാൻ വിളിച്ചുകൊണ്ടാണ് കിട്ടിയത്, ഞാൻ പറഞ്ഞുകൊണ്ടാണെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അപ്പം അത് ഈ ശാസ്ത്രം അതിൻ്റെ മൂല്യത്തോടു കൂടി അവർ മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ഒരു ഭീതിജനകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ചില സർപ്പത്തിന് തുള്ളണ ആൾക്കാരൊക്കെ ഇവിടെ വരിക, എന്നിട്ട് അവർ തുള്ളാൻ പുറപ്പെടുക, അങ്ങനെയൊക്കെ പലതും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പരകായ പ്രവേശം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ചില സാഹചര്യങ്ങളൊക്കെ രാശിവെക്കാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ആ സമയത്ത് ചിലത് നമ്മളെ ഭീതിപ്പെടുത്തും എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മളവിടെ ഈശ്വരനെ നല്ലോണം ധ്യാനിച്ച് മൂകാംബിയും പരദേവതയൊക്കെ ധ്യാനിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കാം, അതൊക്കെ ജ്യോതിഷ വിധിപ്രകാരമൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അവരവിടെ അങ്ങോട്ട് അത് കേൾക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അനുഭവത്തിൽ. ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഒരിക്കൽ അമേരിക്കയിൽ ക്യാമനായിട്ടുള്ളൊരു മന്മഥൻ നായരുണ്ട്. അദ്ദേഹം ഇവിടെ ജാതകം നോക്കാൻ വന്നു, പൊരുത്തം നോക്കാൻ വന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പൊരുത്തം നോക്കി ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് തന്നെ തോന്നി ഇദ്ദേഹത്തിനെ അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ അമേരിക്കയിലെ ഡാലസിൽ ഒരു അമ്പലത്തിൻ്റെ പ്രശ്നം നോക്കാനായിട്ട് പോവാം. 10 ഏക്കർ സ്ഥലമുണ്ട് അവിടെ അമ്പലമൊക്കെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഹ്യൂസ്റ്റണിലും അതെ, അവിടെ ആദ്യം ഒരു ഷെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ രാശി നോക്കാനായിട്ട് പോയിട്ടുണ്ട്. ഡാലസിൽ വേറൊരു അമ്പലത്തിലും ഒക്കെ. പിന്നെ അതേപോലെ തന്നെ ന്യൂയോർക്കിലെ ഒരു അമ്പലം, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മയില്ല, അതൊക്കെ അമ്പലം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു വിഷമമുണ്ടായിട്ടുള്ള കാര്യങ്ങൾ പലതുമുണ്ട്. കാര്യങ്ങൾ നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കും. ചിലത് അനുഭവത്തിൽ അവർക്ക് വരുന്നുകയും അവർക്ക് വിഷമമുണ്ടാവുന്ന കാര്യങ്ങൾ. കാരണം ജാതകങ്ങൾ ചിലത് ഇപ്പൊക്കെ കുട്ടികൾ മുൻവിധിയോടുകൂടി അവർ തീരുമാനിച്ചിട്ടാണ് വിവാഹം തീരുമാനിച്ചിട്ട് അങ്ങോട്ട് വരിക. അപ്പം എന്താ പറയുക, വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരും മക്കളുടെ ജാതകം നോക്കാനാണെങ്കിലും ഒന്നും ആരെയും പിന്നെ കോണ്ടാക്ട് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ തിരുമേനി അങ്ങനെ പറയാൻ പാടുമോ? ജ്യോതിഷം നോക്കണ്ടേ? അവിടെ ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് അവർ ജീവിക്കട്ടെ എന്നുള്ളത് ധാരണ അച്ഛനമ്മമാർക്ക് ഉണ്ടാവണം. ഇപ്പം അങ്ങനെയാണ്, ചെറുപ്പക്കാരും അവർ കുട്ടികളും ഇങ്ങോട്ട് വരിക ജാതകം നോക്കാനായിട്ട്, അച്ഛനമ്മമാർ പറഞ്ഞു. അപ്പം ഞാൻ ജാതകം എടുക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ ചോദിക്കും, നിങ്ങൾ തീരുമാനിച്ചിട്ടാണോ വരുന്നത്? ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു. എന്നാൽ ഞാൻ പറയും, നിങ്ങളെ പൊരുത്തത്തിൻ്റെ വിഷയമൊന്നും പറയുന്നില്ല, ഞാൻ നിങ്ങളെ സുഖമായിട്ട് ഇന്നത്തെ ഈ സ്നേഹം എന്നും ഉണ്ടാവണം. പെൺകുട്ടി വിചാരിക്കേണ്ടത് എന്താണ്? വിവാഹം കഴിഞ്ഞാൽ എനിക്ക് ഒരേട്ടനെയും അനിയനെയും മകനെയും അച്ഛനെയും ആയിട്ടുള്ള ഒരാളെ കിട്ടിയെന്ന് വിചാരിക്കണം. പുരുഷൻ എന്ത് വിചാരിക്കണം? എനിക്കൊരു അനിയത്തിയായിട്ടും ഏടത്തിയായിട്ടും അമ്മയായിട്ടും മകളായിട്ടും ഒരാളെ എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കണം. ഈ രണ്ടുപേരെന്ത് വിചാരിക്കണം? ബോണസായിട്ട് ഒരച്ഛനമ്മമാരെ എക്സ്ട്രാ കിട്ടി എന്ന് രണ്ടുപേരും വിചാരിക്കണം. എന്നാൽ ജീവിതത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാം പരിഗണിക്കാനായിട്ട് പൊരുത്തം ചോദിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, ഇതിങ്ങനെ പൊരുത്തം ഉണ്ടാവുക, അങ്ങനെയാണ് എങ്ങനെയാണ്. അപ്പോൾ ഐക്യതയോടുകൂടി വസിക്കാൻ എല്ലാവരും ഇപ്പോൾ ഒരു പദം പറയാവുന്നല്ല, അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് പറയുക. അഡ്ജസ്റ്റ്മെന്റ് അല്ല, കൺസിഡർ ചെയ്യുക, പരിഗണിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാവുക. ഒരാൾ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടുകൂടി സ്വീകരിക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടെങ്കിലേ പ്രത്യേകിച്ച് ഒരു കുടുംബജീവിതത്തിൽ നിലനിന്ന് പോകും. കൂട്ടുദശയുള്ള ആൾക്കാർ ഗുരുനാഥൻ പറയും, അത് വേണ്ട. ആ സമയത്ത് എന്താണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അത് ആവാമെന്ന് പറയരുത്. ഓ ശരി, പല പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഈ കുറെ വർഷങ്ങൾക്ക് ശേഷം പണ്ട് പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും പലപ്പോഴും ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കുറെ കാലം കഴിഞ്ഞിട്ടാണ് നമുക്ക് തോന്നുക. വിവാഹത്തിന് മുഹൂർത്തം അബദ്ധം പറ്റിയിട്ടുണ്ട്,
ആദ്യത്തിലൊക്കെ തിരുവോണം നക്ഷത്രത്തിൻ്റെ അന്ന് വിവാഹ മുഹൂർത്തം എഴുതാൻ പുറപ്പെട്ടു. അപ്പോൾ ഏയ് ഇഷ്ടാഹ കൃഷ്ണാഷ്ടമി ഇനൻ ഇന്ദു അജ പിതൃ മരുത് അന്ത്യോത്തര മൂലമിത്ര. അതിൽ തിരുവോണം ഉണ്ടോ? ഇല്ല, അബദ്ധം പറ്റി. അപ്പൊ ഇങ്ങനെയൊക്കെ പലതരം, അതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ജ്യോതിഷത്തില് നമ്മൾ ജാതകമൊക്കെ നോക്കി അതിൻ്റെ പ്രതിവിധി നിശ്ചയിക്കുന്നതിൽ ദേവയർവ ധർമ്മദേവൈ ഫണി പിതൃഗുരുഭി, ആദ്യം നമുക്ക് ദേവയർവ ഈശ്വരന്മാരെ ആരാധിക്കണം എന്ന് പറയുന്നു. അർക്കശംഭു സൂര്യനെ പ്രതിനിധാനം ചെയ്യുന്നത് ശിവനാണ്. ഇങ്ങനെ ശനിയെ നമുക്കറിയാം ശാസ്താവിനെയാണെന്ന് പറയാം. ഇങ്ങനെ ഓരോ ഇതും പ്രമാണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ദേവയർവ ധർമ്മദേവൈ, ധർമ്മദൈവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കന്യാകുമാരി മുതൽ ഗോകർണം വരെ പലപ്പോഴും നമുക്കൊക്കെ തോന്നും ഈ പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്ക് ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് ഈ ശാസ്ത്രം എന്ന്. പല സാഹചര്യങ്ങളെ കൊണ്ട് നമുക്ക് ശാസ്ത്രത്തിൻ്റെ ചില ഇത് വയ്ക്കുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ തന്നെ ആയിരിക്കാം ഇതിൻ്റെ ശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ നമുക്ക് തോന്നും. അതെന്തോ ആയിക്കോട്ടെ, നമുക്കിപ്പോൾ ശാസ്ത്രവും അല്ലെങ്കിൽ പുരാണത്തിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ വിഷയമല്ലല്ലോ. അപ്പോൾ ധർമ്മദൈവങ്ങൾ എന്താണ്? ധർമ്മദൈവങ്ങൾ കന്യാകുമാരി മുതൽ ഗോകർണം വരെയുള്ള ഇത് സ്ഥലങ്ങളിലൊക്കെ തന്നെ എല്ലാവർക്കും അവരവരുടെ പ്രാദേശികമായിട്ടുള്ള ഒരു ക്ഷേത്രം, ആരാധനാലയം, അന്തിമമായിട്ട് എല്ലാം ആരാധനകളിൽ കൂടിയാണല്ലോ നമുക്ക് അതിൻ്റെ ലക്ഷ്യം വരിക എന്നുള്ളത്. അപ്പോൾ ഇനി അതല്ല, ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടതാണെങ്കിൽ ഇടവക പള്ളി എന്ന് പറയും. ഇനി അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട അവരവരുടെ പ്രാദേശികമായിട്ടുള്ള പള്ളിയും ആചരണക്രമങ്ങളും ഒക്കെ ചെയ്യാം, എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ധർമ്മദൈവങ്ങളെ ആരാധിക്കണം എന്ന് പറയുന്നു രണ്ടാമത്തെ ഭാഗമായിട്ട്. അപ്പോൾ ദേവൈർവ ധർമ്മദേവൈഹി ഫണി, മൂന്നാമത്തെ ഭാഗമാണ് സർപ്പസാന്നിധ്യങ്ങൾ. പലപ്പോഴും പലർക്കും തോന്നാം, എന്തിനാണ് ഈ സർപ്പങ്ങളെയൊക്കെ ആരാധിക്കുന്നത്? വല്ല കാര്യമുണ്ടോ? ആൾക്കാരെ ഉപദ്രവിക്കുന്ന സർപ്പങ്ങളെ നമ്മൾ എന്തിനാ ആരാധിക്കുന്നു? പക്ഷേ സർപ്പപ്രീതിരവശ്യമേവ കരണീ ആരോഗ്യപുത്രാപ്തയെ. പലപ്പോഴും ആരോഗ്യം ശരിയാവണില്ല എന്ന് തോന്നിയാലും ആരോഗ്യം നിലനിർത്താൻ കുറേ കാരണങ്ങൾ, ആവശ്യങ്ങൾ പറയുന്നുണ്ട്. വെറും പ്രോട്ടീൻ പൗഡർ കഴിക്കൽ മാത്രമൊന്നല്ല. അപ്പോൾ കുറേ സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. അത് ആയുർവേദ വിഷയമാണ്, അതിലേക്ക് കിടക്കണില്ല. എന്തായാലും വേണ്ടില്ല, സർപ്പപ്രീതിരവശ്യമേവ കരണീ ആരോഗ്യപുത്ര, സന്താനങ്ങൾ സൗഭാഗ്യം ഉണ്ടാവാനും ഈ സർപ്പപ്രീതി വേണം എന്നുള്ളതാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും സർപ്പസാന്നിധ്യങ്ങളുള്ള മേടമംഗലത്തും പിന്നെ മണ്ണാറശാലയും പാമ്പുമേക്കാട്ടും വെട്ടിക്കോട്ടൊക്കെ വേദിക്കുന്നതൊക്കെ ഇഷ്ടംപോലെ ഈ സർപ്പപ്രീതിയായിട്ട്. ഇന്ന് കാലങ്ങളിലെ മാറ്റങ്ങളെ കൊണ്ട് ഓരോ കുടുംബാംഗങ്ങളും അന്യനാട്ടിലും വിദേശത്തും ഒക്കെ പോകണു. കുടുംബങ്ങളൊക്കെ മാറിപ്പോകുന്നു. സാഹചര്യങ്ങളും ആവശ്യകതകളും അല്ലെങ്കിൽ ജോലി സാധ്യതകളും വിലയിരുത്തിയിട്ട് തന്നെയാണല്ലോ ഇതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഉള്ളത്. അത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ഉപജീവന മാർഗമല്ലേ. ഉപജീവന മാർഗമായിട്ട് നമ്മൾ ഉദരനിമിത്തം ബഹുകൃത വേഷമായിട്ട് നമ്മളൊക്കെ പോകണം. അതിനും തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ നാട്ടിലുള്ള സർപ്പസാന്നിധ്യങ്ങളെ ആചരിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറയുമ്പോൾ ആവാഹിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം. അവിടെ വർഷത്തിലൊരിക്കൽ ആരാധനകളൊക്കെ നടത്തുന്നു. പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മളിപ്പോൾ സർപ്പപ്രീതി ഉണ്ടെങ്കിൽ അത് വഴിപാട് ഒക്കെ നടത്തി കഴിഞ്ഞാൽ അവിടെ ആരാധനകളൊക്കെ നടത്തിയ അതിന് ഫലം കാണാറുണ്ട്. അപ്പൊ അതും ഒരു നേട്ടമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ദേവയർവ ധർമ്മദേവ ഫണി, പിതൃക്കള്, മരിച്ചു പോയിട്ടുള്ള ആൾക്കാര്. നമുക്ക് നമ്മളെ തന്നെ അച്ഛനമ്മമാര് മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ആർക്കും പറയാൻ സാധിക്കില്ല. ആത്മബന്ധമുള്ള അല്ലെങ്കിൽ അച്ഛനമ്മമാരും മക്കളും ലോക്യത്തോടു കൂടിയിരിക്കുന്ന ആർക്കും, ആത്മബന്ധമുള്ള ആൾക്കാർക്ക് ആർക്കും അത് ആത്മാവുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം ആ ആത്മാവ് പിതൃക്കൾ മരിച്ചു പോയിട്ടുള്ള ആൾക്കാർക്ക് പ്രേതസങ്കല്പത്തോടു കൂടി നമ്മൾ വർഷത്തിലൊരിക്കൽ ഒരു എള്ളും വെള്ളത്തിനാണ് പ്രധാനം, നമ്മൾ തർപ്പണങ്ങളൊക്കെ നടത്തും. ഇപ്പോൾ എല്ലാ സ്ഥലത്തും
ജലാശയങ്ങൾ അല്ലെങ്കിൽ നദീതീരങ്ങളും അല്ലെങ്കിൽ ഇതിലൊക്കെ അവിടെ നമ്മൾ പോയിട്ട് അന്നത്തെ ദിവസം ആ മാസത്തിൽ അന്നത്തെ ദിവസം നമ്മൾ അന്നത്തെ നക്ഷത്രമോ തിഥിയോ കണക്കാക്കിയിട്ട് അവിടെ ബലിതർപ്പണങ്ങളൊക്കെ നടത്തും. ഇനി അതിനൊന്നും സാധിച്ചില്ല, മുടക്കങ്ങൾ പലതും വരാമല്ലോ, വില വരിക, സ്ത്രീകളാണെങ്കിൽ മുടക്കം വരിക, ഇതൊക്കെയാണെങ്കിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് പറ്റുക വെച്ചാൽ അന്ന് ചെയ്താൽ മതി, അവരവരുടെ വീട്ടിൽ വെച്ച് ചെയ്താൽ മതി, യാതൊരു പോരായ്ക്കില്ല. ഇനി ഇതില്ലാൻ്റെ ആവുമ്പോഴാണ് നമ്മളൊക്കെ ജലം കുംഭമാസത്തിലൊക്കെ വെച്ചാൽ വെള്ളമൊന്നും ഉണ്ടാവില്ല പല സ്ഥലങ്ങളിലും പണ്ടൊക്കെ. ഇന്നിപ്പോൾ വെള്ളം ലിഫ്റ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. അങ്ങനെയാണ് നമ്മൾ നദീതീരങ്ങളിലൊക്കെ നമ്മൾ കറുത്ത വാവിനും വെളുത്ത വാവിനൊക്കെ കർക്കിടക മാസത്തിലും തുലാമാസത്തിലൊക്കെ അന്ന് ഈ ആത്മാക്കളും അല്ലെങ്കിൽ ഈ പ്രേതങ്ങളൊക്കെ വരുന്നൊക്കെയാണ് സങ്കല്പം. എന്തായാലും നമ്മുടെ സങ്കല്പം മനസ്സിൽ സങ്കല്പിച്ച് ആ ഒരു ഉരുള നിവേദ്യം ഹവിസ് നമ്മൾ കൊടുക്കണു. നമുക്ക് നമ്മളെ വളർത്തിയിട്ടുള്ളതാണല്ലോ, മാതൃത്വം മുതൽ എല്ലാം അറ്റം വരെ നമ്മളെ വളർത്തിയിട്ടുള്ള ആ വ്യക്തിക്ക് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും നമ്മളൊരു ഉരുള നിവേദ്യം കൊടുക്കണു എന്നുള്ളതാണ് മനസ്സിൽ സങ്കല്പം. അങ്ങനെ അവരെ സംബന്ധിച്ച് പിതൃദിനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 365 ദിവസമാണ് ഒരു കൊല്ലാണ്. അപ്പോൾ ആ ഒരേ മാസത്തിൽ ആ നക്ഷത്ര ദിവസം വരുമ്പോൾ എല്ലാ കൊല്ലവും നമ്മൾ ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് എല്ലാ ദിവസവും ഭക്ഷണം കിട്ടുന്നുണ്ടെന്നാണ് സങ്കല്പം. അതാണ് നമ്മൾ പ്രേത സങ്കല്പത്തോടു കൂടി. പിന്നെ അവിടെ ആഘോഷവും ആർഭാടവും പിന്നെ അതേപോലെ എന്താണ് ഈ സ്റ്റാച്ചു പണിയെല്ലാം നല്ല പ്രധാനം. മനസ്സിനെ ഏകാഗ്രതയോടുകൂടി മനസ്സ് ഇരുത്തി അവിടെ ബലികർമ്മങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ നടത്തുന്നത് തന്നെയാണ് ഇതിലേറ്റവും പരമപ്രധാനം. ഇത് അങ്ങനെ പ്രേതങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അതിന് ഫലത്തിലൊക്കെ പലരും നമുക്ക് അനുഭവത്തിലൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. ഇന്നത്തെ മോഡേൺ ഈ ലോകത്തിലെ കുട്ടികളോട് പറഞ്ഞാൽ, നമ്മുടെ കുട്ടികളൊക്കെ പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും പ്രേതമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ മനസ്സിൽ സങ്കല്പം എപ്പോഴും ഉണ്ടാവുമല്ലോ, നമുക്ക് തോന്നില്ലേ? ഗുരുദാസൻ എത്ര കാലം മുമ്പ് മരിച്ചു കഴിഞ്ഞാലും നമുക്ക് ചില സമയത്ത് രാത്രിയിൽ നമുക്ക് തന്നെ തോന്നും, അതെന്താ അങ്ങനെ എന്ന് ചിലപ്പോൾ ചോദിക്കും. അത് ഇപ്പോഴും ഉണ്ട്. ചില സമയത്തൊക്കെ മാസത്തിലൊരു പ്രാവശ്യമോ ഒക്കെ എന്താ അങ്ങനെ. അപ്പൊ ആ സമയത്ത് നമുക്ക് തോന്നും എന്താ ഈ സമയത്ത് എന്തിനാ വന്ന് പറയണേന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോഴേക്കും നമ്മൾ ഉണരും, അത് വേറെ വിഷയം. അപ്പൊ അവിടെ ആത്മാവുണ്ട് എന്നുള്ളൊരു ഉറപ്പാണ്. അത് ഓരോരുത്തർക്കും ഓരോ വിധമായിരിക്കും. ചിലപ്പോൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരിക്കും, ചില ആൾക്കാർ ആപത്തുനിന്ന് രക്ഷിച്ചിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഉണ്ടായിരിക്കാം. നമുക്ക് പല ആപത്തുകളും വരാമല്ലോ, അപകടങ്ങൾ വരാൻ വഴിന്ന് രക്ഷിച്ചിട്ടുള്ള ആള് നമ്മൾ ഈശ്വര സങ്കല്പമായിട്ടും അല്ലെങ്കിൽ പിതൃസങ്കല്പമായിട്ടും നമ്മൾ ആരാധിക്കും. അവർ മരിച്ചു പോകുമ്പോൾ നമുക്കൊരു ആത്മബന്ധമുണ്ട്. പ്രേതസങ്കല്പം എന്നില്ലെങ്കിലും ആത്മസങ്കല്പം എന്നുള്ള ആ ഒരു മനസ്സെപ്പോഴും ഉണ്ടാവും. അതിനെ നമ്മൾ വന്ദിക്കുക തന്നെ വേണ്ടതാണ്. പടവ് ഓൺലൈനിൽ വേണ്ടി എൻ്റെ കഥ, വാസ്തവത്തിൽ എൻ്റെ കഥയാണോ എന്നുള്ളത് അറിയില്ല, പക്ഷെ നമുക്ക് തോന്നുന്ന പല അനുഭവങ്ങൾ അത് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം, ശാസ്ത്രത്തിൻ്റെ മഹത്വം, കാലത്തിൻ്റെ മാറ്റം, നേട്ടം, ഇതൊക്കെ തന്നെയാണ് എന്നെ എൻ്റെ കഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇത് കാണുന്ന എല്ലാവർക്കും ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഭാരതീയ ശാസ്ത്രശാഖകൾക്കെല്ലാം തന്നെ അതിൻ്റേതായിട്ടുള്ള മൂല്യവും അതിൻ്റെ സത്തും ഉണ്ട്. അത് പരമാവധി മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചും കൊണ്ട് അതിനെ പറ്റിയിട്ട് എല്ലാ ശാസ്ത്രങ്ങളെ പഠിക്കാൻ എല്ലാവർക്കും പറ്റില്ല. പക്ഷെ അതിൻ്റെ സാധ്യതകളെ പറ്റി മനസ്സിലാക്കിയിട്ട് അതിനെ പറ്റിയിട്ട് വിമർശിക്കാം, അതിനെ പറ്റിയിട്ട് എന്ത് വേണമെങ്കിൽ പറയാം. മനസ്സിലാക്കിയാൽ യാതൊരു സംശയമില്ല, വിമർശിക്കാൻ തക്കവണ്ണുള്ള ഒരു സാഹചര്യങ്ങളൊന്നും തന്നെ ഈ ജ്യോതിഷത്തിൽ ഉണ്ടാവില്ല. ഇവരെ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ തയ്യാറാവുക. അല്ലെങ്കിൽ ആഗോളതലത്തിലെ എല്ലാ സ്ഥലത്തും നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പൊക്കോളൂ, ദിസ് ഡേ ഫോർ യു എന്ന് പറഞ്ഞിട്ടൊരു കോളം തന്നെ കാണാം. അതൊക്കെ ശാസ്ത്രത്തിൻ്റെ മഹത്വമാണ്, ഗ്രഹങ്ങളെ വെച്ച് പറയുന്നതാണല്ലോ എല്ലാവരും. അപ്പോൾ ഇങ്ങനൊരു അവസരം ഈ പടവ് ഓൺലൈൻ ഇതിൻ്റെ സംഘാടകർ തന്നതിൽ ഏറ്റവും സന്തോഷവും കൃതാർത്ഥതയും, ശാസ്ത്രത്തിനെ ആകെ ശാസ്ത്രത്തിനെയും
ഈ ജ്യോതിശാസ്ത്രത്തെയും ഗുരുകാരണവന്മാരെയും നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.